ബിജുവിനെ സംബന്ധിച്ചത് ഒരു ഇമേജ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് എനിക്ക് തോന്നുന്നത്. പറയുന്നില്ല, കാണിക്കുന്നില്ല, പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് ഇതിനകത്ത് ആ നടന്ന സംഭവത്തിന്റെ ഒരു കാരണക്കാരൻ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റോറി അദ്ദേഹത്തോട് പറയുമ്പോൾ ബിജുവിനെ എങ്ങനെ സംബന്ധിച്ചു, അല്ലെങ്കിൽ അതുപോലെ തന്നെ സുരാജേട്ടനാണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിജുവേട്ടനാണെങ്കിലും സുരാജേട്ടനാണെങ്കിലും ഇതൊരു ടഫസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. ആ ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ ബിജുവേട്ടനോട് അനൂപാണ് സ്റ്റോറി പറയുക, സ്ക്രിപ്റ്റ് പറയുക. അതിന് സ്ക്രിപ്റ്റ് ഞങ്ങൾ കേട്ട് സംസാരിച്ചു. അപ്പം ആ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആസ് എ വുമൺ എന്നുള്ള നിലയിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ക്രിപ്റ്റ് നല്ല തമാശകളും അതുപോലെ തന്നെ ഒരു നല്ല സോഷ്യൽ മെസ്സേജും ഫീൽ ചെയ്തു. സോ അതിനുശേഷം അനൂപ് ബിജുവേട്ടനോട് അത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോയി. ബിജുവേട്ടനത് ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞ് പോകുന്നു. പകുതി എത്തിയപ്പോൾ തന്നെ അദ്ദേഹം അതിനെ അക്സെപ്റ്റ് ചെയ്തു. ഐ തിങ്ക് സിനിമ പറയുന്ന ചില കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അറിയില്ല. അതിന്റെ ഈ സോഷ്യൽ കോൺടാക്ട് തന്നെ ആയിരിക്കാം. പിന്നെ സുരാജേട്ടനോട് ഡിസ്കസ് ചെയ്തു. അദ്ദേഹവും അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തു. മൈൻഡ് ഒരു സോഷ്യൽ അവർ അഭിനയിക്കുന്നുണ്ടായിരുന്നു. രണ്ട് കൈയുടെ